ഈ ഭൂമിയിൽ ഏറ്റവും പെട്ടെന്ന് സൗഖ്യം തരുന്ന ഭക്ഷണത്തെ ഇന്നത്തെ ശാസ്ത്രലോകം കണ്ടുപിടിച്ചതല്ല, മറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവർ ഏറ്റവും ആരോഗ്യമുള്ള ഭക്ഷണം കഴിച്ചിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? നമ്മൾ ഓരോ ഭക്ഷണത്തിന്റെയും കലോറി നോക്കി പലരും പറയുന്ന പല അഭിപ്രായങ്ങൾ അനുസരിച്ച് ഭക്ഷണത്തിന്റെ ക്രമം തന്നെ മാറ്റാറുണ്ട്. പക്ഷേ ബൈബിൾ വളരെ നേരത്തെ തന്നെ പ്രത്യേക ഭക്ഷണങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ വേഗത്തിൽ രോഗശാന്തി ഉണ്ടാകും. ശരീരത്തിൽ ഉണ്ടാകുന്ന വീക്കം കുറയ്ക്കാനും ശരീരത്തിന്റെ സെല്ലുകളുടെ തലത്തിൽ നിന്ന് പോലും ഈ ഭക്ഷണങ്ങൾക്ക് ആരോഗ്യം തരാൻ കഴിയുമെന്ന് ശാസ്ത്രലോകം ഇപ്പോൾ തെളിയിച്ചിട്ടുണ്ട്. ഇത് വെറും ആത്മീയ ചിഹ്നങ്ങളല്ല, ഇത് ശരീരത്തിന് നല്ല പോഷകങ്ങൾ തരുന്ന നല്ല ഭക്ഷണങ്ങളാണ്. അതിനെ ക്ലിനിക്കലി തെളിയിച്ചിട്ടുമുണ്ട്. ഇന്ന് ഈ തരത്തിൽ സൗഖ്യം തരുന്ന അല്ലെങ്കിൽ സൗഖ്യമാക്കാൻ കഴിവുള്ള 10 ഭക്ഷണങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഈ പട്ടികയിൽ 7ാമത് പറയുന്ന ഭക്ഷണം വളരെ അപൂർവമായിരുന്നു. ബൈബിൾ കാലഘട്ടത്തിൽ അതിന് ഭയങ്കര വിലയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭക്ഷണത്തെ രാജാക്കന്മാർ കറൻസി ആയിട്ട് പോലും ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുവരെ പഠിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങളിൽ ഒന്നാണ് ഇത് എന്ന് പോഷകാഹാര വിദഗ്ധർ പോലും പറയുന്നുണ്ട്. ഈ പട്ടികയിൽ പറയുന്ന 10ാമത്തെ ഭക്ഷണത്തെ ദൈവത്തിന്റെ ദാനം എന്നാണ് അന്നുണ്ടായിരുന്നവർ വിളിച്ചിരുന്നത്. ക്യാൻസർ കട്ടികളെപ്പോലും ഈ ഭക്ഷണം എന്താണ് ചെയ്യുന്നതെന്ന് കണ്ട് ഇന്നത്തെ ഓങ്കോളജിസ്റ്റുകൾ അമ്പരന്നിട്ടുണ്ട്. ഈ ഭക്ഷണങ്ങളെക്കുറിച്ച് വിശദമായി നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തേത് ഒലിവെണ്ണ. പുരാതന കാലത്ത് ഇതിനെ ദ്രാവക സ്വർണം എന്നാണ് വിളിച്ചിരുന്നത്. ഒലിവെണ്ണയെ ഈ ലിസ്റ്റിൽ ആദ്യം തന്നെ എടുക്കാനുള്ള കാരണം പുരാതന കാലത്ത് ഒലിവെണ്ണയായിരുന്നു എല്ലാം. ഒലിവെണ്ണ ഇല്ലാത്ത ഒരു പരിപാടിയും ഇല്ലായിരുന്നു. ഭക്ഷണം, ഇന്ധനം, മരുന്ന്, പവിത്രമായ കർമ്മങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഈ ഒലിവെണ്ണ ഉപയോഗിച്ചിരുന്നു. ബൈബിളിൽ 140 പ്രാവശ്യം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. രാജാക്കന്മാരെ ഇത് ഉപയോഗിച്ച് അഭിഷേകം ചെയ്തു. മുറിവുകളിൽ ഈ എണ്ണ പുരട്ടി വെച്ച് കിട്ടുമായിരുന്നു. ലൂക്കോസ് 10-ാം അധ്യായത്തിൽ പറയുന്ന നല്ല ശമരിയക്കാരൻ ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് അവന്റെ മുറിവിൽ എണ്ണയും വീഞ്ഞും ഒഴിച്ച് വെച്ച് കെട്ടി എന്ന് പറയുന്നു. ഇത് വെറുതെ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിച്ചതല്ല, ഇത് ഔഷധമാണ്. ഇന്നത്തെ ശാസ്ത്രം ഒലിവെണ്ണയെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഭൂമിയിലെ ഏറ്റവും സൂക്ഷ്മമായി പഠിച്ച ഭക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ എക്സ്ട്രാ വെർജിൻ ഒലിവെണ്ണ. ഒലിവെണ്ണയെ അടിസ്ഥാനമാക്കിയുള്ള മെഡിറ്ററേറിയൻ ഭക്ഷണക്രമത്തിൽ ചെയ്ത 100 കണക്കിന് ക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ ഹൃദ്രോഗം, ക്യാൻസർ, വീക്കം, ഓർമ്മക്കുറവ് പോലുള്ള മാരകമായ ആരോഗ്യ പ്രശ്നങ്ങളുടെ അളവിനെ കുറയ്ക്കാൻ ഇതിന് സാധിക്കുമെന്ന് അവർ കണ്ടെത്തി. ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ ഇത് നല്ലൊരു ഭക്ഷണമാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുരാതന കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒലിവെണ്ണ എന്ന് പറയുന്നത് ഇന്ന് പലരും വാങ്ങുന്ന ശുദ്ധീകരിച്ച കമ്പനികൾ പ്രോസസ്സ് ചെയ്ത് വിൽക്കുന്ന എണ്ണയല്ല. നാടൻ രീതിയിൽ ചക്കിലാട്ടിയ ഫിൽട്ടർ ചെയ്യാത്ത ഒലിവെണ്ണയായിരുന്നു അത്. അതിൽ ആൻറ്റി ഓക്സിഡൻസും വിറ്റാമിൻ ഇയും ആരോഗ്യത്തിന് ഉതകുന്ന മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പുകളും അതിലുണ്ടായിരുന്നു. പുരാതന സമയത്ത് എങ്ങനെയാണ് ഇതിനെ ഉപയോഗിച്ചിരുന്നത് എന്ന് നോക്കാം. 1 സ്പൂൺ ഒലിവെണ്ണ എല്ലാ ദിവസവും കഴിക്കും. പാചകത്തിന് ഈ എണ്ണ നന്നായിട്ട് ഉപയോഗിക്കും. ചർമ്മത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾക്കും മുറിവുണ്ടായാൽ അത് ഉണങ്ങാനും വേണ്ടി ഇത് ഉപയോഗിക്കുമായിരുന്നു. ബൈബിളിൽ പറയുന്ന ആളുകൾ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ എണ്ണ ഉപയോഗിക്കുമായിരുന്നു. 2ാമത്തത് തേൻ. സ്വർഗം തന്നെ തന്ന ഒരു മെഡിസിനാണിത്. തേനും പാലും നിങ്ങളുടെ നാവിന്മേലുണ്ട് എന്ന് ഉത്തമഗീതം പറയുന്നു. തേൻ കഴിക്കുക, കാരണം അത് നല്ലതാണ് എന്ന് സദൃശവാക്യങ്ങൾ പറയുന്നു. യോനഥാൻ തേൻ കഴിച്ചപ്പോൾ അവന് ആരോഗ്യമുണ്ടായി. ഇതെല്ലാം കാവ്യാത്മകമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമല്ല. ശക്തിയും വ്യക്തതയും ജീവനും നൽകുന്ന ഒരു ഭക്ഷണമായിട്ടാണ് ബൈബിൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ തേനിനെക്കുറിച്ച് പറയുന്നത്. ഇതുവരെ ശാസ്ത്രജ്ഞർ പഠിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ പ്രകൃതിദത്ത ആൻറ്റി മൈക്രോബിയലാണ് ഈ തേൻ എന്ന് അവർ പറയുന്നു. ക്ലിനിക്കൽ പഠനങ്ങൾ പറയുന്നതനുസരിച്ച് ബാക്ടീരിയകൾക്കെതിരായി ഈ തേൻ നന്നായി പ്രവർത്തിക്കും. MRSA, അതായത് ത്വക്കിലുണ്ടാകുന്ന എല്ലാ ബാക്ടീരിയൽ ഇൻഫെക്ഷനും ഇല്ലാതാക്കാനുള്ള കഴിവ് ഈ തേനിനുണ്ട്. മനുക്ക എന്ന ഒരു പ്രത്യേകതരം തേൻ മുറിവുകൾ ഉണക്കാൻ വേണ്ടി ഇപ്പോൾ ലോകമെമ്പാടുമുള്ള ആശുപത്രികളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് വെറും തേനല്ല, അസംസ്കൃത തേനാണ്. ഇന്ന് നമുക്ക് കൂടുതലും കിട്ടുന്ന തേനെന്ന് പറയുന്നത് കമ്പനികളിൽ പ്രോസസ്സ് ചെയ്ത് വരുന്നതാണ്. അതിനെ 40 ഡിഗ്രി ചൂടാക്കി പ്രോസസ്സ് ചെയ്താണ് വരുന്നത്. അങ്ങനെ ചൂടാക്കുന്ന സമയത്ത് അതിൽ ഔഷധ ഗുണമുള്ള എൻസൈമുകളും ഗുണകരമായ കാര്യങ്ങളുമെല്ലാം നശിപ്പിക്കപ്പെടും. നമ്മുടെ പൂർവികർ കഴിച്ചിരുന്നത് തേനീച്ച കൂടുകളിൽ നിന്ന് നേരിട്ട് വിളവെടുത്ത ഫിൽട്ടർ ചെയ്യാത്ത ചൂടാക്കാത്ത തേനായിരുന്നു. പുരാതന കാലത്ത് നല്ല സിമ്പിളായിട്ടാണ് ഇതിനെ ഉപയോഗിച്ചിരുന്നത്. അണുബാധ തടയാനും വേഗത്തിൽ രോഗശാന്തി കിട്ടാനും വേണ്ടി മുറിവുകളിൽ അസംസ്കൃത തേൻ പുരട്ടുമായിരുന്നു. തൊണ്ടവേദന ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ 1 സ്പൂൺ തേൻ കഴിക്കും. രോഗപ്രതിരോധ ശേഷി ഉണ്ടാകാൻ വേണ്ടി ചെറു ചൂടുവെള്ളത്തിൽ നാരങ്ങയും തേനും കലർത്തി കുടിക്കുമായിരുന്നു. മരുഭൂമിയിൽ കൂടി സഞ്ചരിക്കുന്ന യാത്രക്കാരുടെയും സൈനികരുടെയും പ്രവാചകന്മാരുടെയും ഏറ്റവും പ്രധാന ഭക്ഷണം ഇതായിരുന്നു. ഇതങ്ങനെ പെട്ടെന്ന് ചീത്തയാകത്തില്ല. ഈജിപ്തിലുള്ള ശവകുടീരങ്ങളിൽ നിന്ന് 3000 വർഷം പഴക്കമുള്ള തേൻ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഇപ്പോഴും കഴിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു.
ഈ പട്ടികയിൽ പറയുന്ന ഭക്ഷണങ്ങൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം ഈ തേനിനാണ്. രോഗശാന്തി നൽകുന്ന സ്വർഗത്തിന്റെ തന്നെ ഗിഫ്റ്റാണ് ഇത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മൂന്നാമത്തത് അത്തിപ്പഴം. പ്രവാചകന്മാരുടെ ഔഷധ ഫലമാണിത്. പല ആളുകളും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം പറയാം. ഹിസ്കിയ രാജാവിന് മാരകമായ ഒരു അണുബാധ അല്ലെങ്കിൽ ഒരു പരു അല്ലെങ്കിൽ കഠിനമായ ചർമ്മവ്രണം വന്നിട്ട് മരിക്കാൻ കിടക്കുന്ന സമയത്ത് പ്രവാചകനായ ഏശയ്യാവ് കൊട്ടാരത്തിൽ വന്നിട്ട് പ്രാർത്ഥിക്കുക മാത്രമല്ല ചെയ്തത്, മുറിവിൽ അത്തിപ്പഴത്തിന്റെ പഴുപ്പ് പുരട്ടാൻ ദാസന്മാരുടെ അടുത്ത് പറഞ്ഞു. ശേഷം ഹിസ്കിയ രാജാവിന് സൗഖ്യം വന്നു. ഇന്നത്തെ ശാസ്ത്രം ഈ അത്തിപ്പഴത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നറിയാവോ? ഡെഡ് ടിഷ്യൂസിനെ ഇല്ലാതാക്കി മുറിവ് വേഗത്തിൽ ഉണങ്ങാനായിട്ട് സഹായിക്കുന്ന പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ് ഈ അത്തിപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്നുണ്ട് എന്നാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള അത്തിപ്പഴം ലാറ്റക്സ് ബാക്ടീരിയകൾ വളരുന്നത് തടയും. ത്വക്ക് രോഗങ്ങളെല്ലാം പെട്ടെന്ന് സൗഖ്യമാകുകയും ചെയ്യുന്നുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഈ അത്തിപ്പഴം മുറിവുകൾക്ക് വേണ്ടിയുള്ളത് മാത്രമല്ല, നിങ്ങളുടെ കുടലിന് ഗുണം ചെയ്യുന്ന ബാക്ടീരിയകളെ പോഷിപ്പിക്കുന്ന പെക്റ്റിൻ എന്ന ഫൈബർ അസാധാരണമാം വിധം ഇതിനകത്തുണ്ട്. മാത്രമല്ല അതിൽ മഗ്നീഷ്യം, പൊട്ടാസ്യം, കാൽസ്യം, വിറ്റാമിൻ ബി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. മൾട്ടിവിറ്റമിൻ ഗുളികകളൊന്നും ഇല്ലാത്ത ഒരു കാലത്ത് അത്തിപ്പഴം ഒരു സപ്ലിമെന്റ് പോലെയായിരുന്നു. പണ്ട് ഇവരെങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ കുടലിൻ്റെ ആരോഗ്യത്തിനും നല്ല ഊർജ്ജത്തിനും വേണ്ടി നല്ല പഴുത്ത ഫ്രഷ് അത്തിപ്പഴം അവർ കഴിക്കും. ഈ പോഷകാഹാരം വർഷം മുഴുവൻ കിട്ടാനായിട്ട് ഈ അത്തിപ്പഴം ഉണക്കി വയ്ക്കും. എവിടെയെങ്കിലും മുറിവുണ്ടായി കഴിഞ്ഞാൽ ആ ഭാഗത്ത് നല്ല ഫ്രഷ് അത്തിപ്പഴം എടുത്ത് ഇടിച്ച് അതിൽ പുരട്ടും. നാലാമത്തത് ഈത്തപ്പഴം. അന്നത്തെ എനർജി ബാറാണിത്. പട്ടാളക്കാരന്മാർ, വ്യാപാരികൾ, പുരാതന മിഡിൽ ഈസ്റ്റ് വഴി കടന്നു പോകുന്ന എല്ലാവർക്കും ഈത്തപ്പഴം ഒരു പ്രധാന ഭക്ഷണമാണ്. അത് അവരെ ജീവനോടെ നിലനിർത്തി എന്ന് വേണേൽ പറയാം. കലോറി ഒരുപാടുണ്ട്. ധാതുക്കളും പഞ്ചസാരയും കൊണ്ട് സമ്പുഷ്ടവുമായ ഈത്തപ്പഴം ഒരു യഥാർത്ഥ അതിജീവന ഭക്ഷണമാണ്. ബൈബിളിൽ മറ്റേതൊരു ഫലവൃക്ഷത്തെക്കാളും ഈ ഈത്തപ്പനെക്കുറിച്ച് കൂടുതൽ പ്രാവശ്യം പരാമർശിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭംഗിയെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, ആളുകൾ ഇതിനെ എങ്ങനെ ഉപയോഗിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈത്തപ്പഴത്തിൽ പ്രകൃതിദത്ത പഞ്ചസാര, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. അത് വളരെ പെട്ടെന്ന് തന്നെ രക്തത്തിൽ അലിഞ്ഞു ചേരും. അങ്ങനെ പെട്ടെന്ന് ശരീരത്തിന് വേണ്ട ഊർജം കിട്ടും. പക്ഷേ ഇത് ശുദ്ധീകരിച്ച പഞ്ചസാരയിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇതിൽ നാരുകൾ, മഗ്നീഷ്യം, പൊട്ടാഷ്യം, കോപ്പർ, മാംഗനീസ്, വിറ്റാമിൻ ബി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഈത്തപ്പഴം ശരീരത്തിലെ ഇരുമ്പിൻ്റെ അളവ് മെച്ചപ്പെടുത്താനും അസ്ഥികളുടെ ബലം കൂട്ടാനും ഗർഭിണികളിലെ പ്രസവത്തിന് പോലും ഗുണം ചെയ്യുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഗർഭാവസ്ഥയുടെ അവസാന ആഴ്ചകളിൽ ഈത്തപ്പഴം കഴിച്ച സ്ത്രീകൾക്ക് വളരെ വേഗത്തിലും സുഗമമായും പ്രസവം ഉണ്ടായതായിട്ട് ഒന്നിലധികം ക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. വീക്കം കുറയ്ക്കുന്ന ആന്റി ഓക്സിഡൻസ് ഈന്തപ്പഴത്തിലുണ്ട്. ഈന്തപ്പഴത്തിന് ആന്റി മൈക്രോബിയൽ ഗുണങ്ങളുമുണ്ട്. പരമ്പരാഗത അറബിക് വൈദ്യത്തിൽ മരുന്നായിട്ട് പോലും ഇതിനെ ഉപയോഗിച്ചിട്ടുണ്ട്. പണ്ട് ഇതിനെ എങ്ങനെ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വെറുതെ കഴിക്കുക. പെട്ടെന്ന് ഊർജം കിട്ടാനായിട്ട് 3 അല്ലെങ്കിൽ 5 ഈത്തപ്പഴം കഴിക്കുക. ഉപവാസം അവസാനിപ്പിക്കാനായിട്ടും ഇത് കഴിക്കുമായിരുന്നു. അഞ്ചാമത്തത് മാതള നാരങ്ങ. ആന്റി ഓക്സിഡന്റ് രാജാവ്. മോശയുടെ നിയമത്തിലുള്ള ദൈവാലയത്തിലും വേദപുസ്തകത്തിലെ കവിതകളിലും സമൃദ്ധിയുടെയും സൗന്ദര്യത്തിൻ്റെയും ജീവിതത്തിൻ്റെയും പ്രതീകമായി മാതള നാരങ്ങ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സോളമൻ പണിത ദേവാലയത്തിലുള്ള തൂണുകളിൽ 200 കൊത്തിയെടുത്ത മാതള നാരങ്ങകൾ ഉണ്ടായിരുന്നു. ഇത് അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിച്ചതല്ല. ഈ പഴം എന്താണ് അർത്ഥമാക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രസ്താവനയായിരുന്നു അത്. പ്രകൃതിയിൽ മറ്റൊരിടത്തും കാണാത്ത പൂനാലാഗൻ എന്ന ഒരു കോമ്പൗണ്ട് മാതള നാരങ്ങയിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് കുടലിൽ യൂറോത്തലിൻസായി മാറുന്നു. ഗവേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നു, മാത്രമല്ല ക്യാൻസർ രോഗങ്ങൾ ശരീരത്തിൽ വരാത്ത രീതിയിൽ സംരക്ഷിക്കുന്നു എന്നാണ്. BP കുറയ്ക്കാനും LDL എന്ന കൊളസ്ട്രോൾ ഓക്സിഡേഷൻ കുറയ്ക്കുന്നതിനും ധമനികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും CRP പോലുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിനും മാതള നാരങ്ങ ജ്യൂസ് ക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട്. ജ്യൂസിലും വിത്തുകളിലും പോളിഫെനോളുകൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. റെഡ് വൈൻ, ഗ്രീൻ ടീ, ബ്ലൂബെറി എന്നിവയിൽ ഉള്ളതിനേക്കാളും കൂടുതൽ മാതള നാരങ്ങയിലുണ്ട്. അതിൻ്റെ തൊലിയെ മരുന്നായിട്ട് പോലും ഉപയോഗിക്കാം. വയറിളക്കം, കുടലിനകത്തുണ്ടാകുന്ന ആവശ്യമില്ലാത്ത പാരസൈറ്റുകൾ ഇല്ലാതാക്കാൻ, കുടൽ വീക്കം എന്നിവയ്ക്ക് മിഡിൽ ഈസ്റ്റിലുടനീളം മാതള നാരങ്ങ തൊലിയിട്ട ചായ ഉപയോഗിക്കാറുണ്ട്. പുരാതന കാലത്ത് ഇത് എങ്ങനെ ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് നോക്കാം. നല്ല ഫ്രഷായിട്ട് വിത്തുകളോട് കൂടെ തന്നെ കഴിക്കും. ഫ്രഷായിട്ടുണ്ടാക്കിയ ജ്യൂസ് കുടിക്കും. അതിൻ്റെ തൊലി ചൂടുവെള്ളത്തിലിട്ട് ചായയായിട്ട് ഉപയോഗിക്കും. മറ്റു പഴങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ ഈ മാതള നാരങ്ങ കുറച്ച് പതുക്കിയേ കഴിക്കാൻ പറ്റുള്ളൂ. കാരണം അത് പൊളിച്ചെടുക്കാനൊക്കെ ഇച്ചിരി പാടാണ്. പക്ഷേ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ശരീരത്തിന് നല്ല ഗുണം ചെയ്യും. ഇപ്പോൾ പല ആളുകളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടാകും. നീ പറയുന്നതൊക്കെ ശരിയാണ്, സമ്മതിച്ചു. ഒലിവെണ്ണയും തേനും ഒക്കെ വെള്ളം ചേർക്കാത്ത, ചൂടാക്കാത്ത, അതിൻ്റെ യഥാർത്ഥ സത്ത് കളയാത്ത സാധനങ്ങൾ എവിടെ കിട്ടും എന്ന്. ആ ചോദ്യം ശരിയാണ്. കാരണം ഇതാണ് പ്രശ്നം. ഇന്ന് വിൽക്കുന്ന പല ഭക്ഷണങ്ങളിലും അതിൻ്റെ യഥാർത്ഥ സത്ത് കിട്ടാറില്ല. മിക്ക ഒലിവെണ്ണ ബോട്ടിലുകളിലും വില കുറഞ്ഞ വിത്ത് അല്ലെങ്കിൽ വില കുറഞ്ഞ എണ്ണകൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്.
തേനാണെങ്കിൽ ചൂടാക്കി ഫിൽട്ടർ ചെയ്താണ് തരുന്നത്. ശരിക്കും അതിനെ മധുരമുള്ള ഒരു സിറപ്പ് എന്ന് വേണം പറയാൻ. നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ നാടൻ സാധനങ്ങൾ കിട്ടുന്ന ഏതെങ്കിലും സ്ഥലം ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ സാധനങ്ങൾ വാങ്ങുക. ഇനി അങ്ങനെ നാടൻ സാധനം കിട്ടാത്തവരാണെങ്കിൽ ഞാൻ കുറച്ച് റിസർച്ച് ചെയ്ത് ചില പ്രോഡക്റ്റ്സ് ഓൺലൈനിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് അതിനെ പൂർണ്ണമായിട്ട് വാങ്ങിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നെങ്കിൽ വാങ്ങിക്കുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് വരാം. 6. ജീരകം. യേശു തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യേശു തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുള്ള ഈ പട്ടികയിലെ ഒരേ ഒരു സുഗന്ധവ്യഞ്ജനമാണിത്. മത്തായി 23-23 വാക്യത്തിൽ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളായ നീതി, കരുണ എന്ന കാര്യങ്ങളൊക്കെ പരീശന്മാർ അവഗണിക്കുന്നു എന്നും, എന്നാൽ അവരുടെ ഔഷധ സസ്യങ്ങളായ പുതിന, അയമോദകം, ജീരകം എന്നിവയിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനത്തിൽ നിന്ന് പോലും അവർ ദശാംശം നൽകുന്നുണ്ട് എന്ന് യേശു പറഞ്ഞു. ജീരകം ദശാംശമായിട്ട് കൊടുക്കുമായിരുന്നു എന്ന കാര്യം തന്നെ അത് എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് കാണിക്കുന്നുണ്ട്. ശരിക്കും ഒരുപാട് മൂല്യമുള്ള ഒരു വസ്തുവാണ് ഇത്. ദഹനം, രക്തത്തിലെ പഞ്ചസാര, അണുബാധ എന്നിവയ്ക്ക് വേണ്ടി മിഡിൽ ഈസ്റ്റ്, ഇന്ത്യ, വടക്കേ ആഫ്രിക്ക അങ്ങനെ പല സ്ഥലങ്ങളിലും ഏകദേശം 4000 വർഷങ്ങളായിട്ട് ജീരകം വൈദ്യശാസ്ത്രപരമായി ഉപയോഗിച്ചു വരുന്നു. ഇന്നത്തെ ഗവേഷണങ്ങൾ അത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ബാക്ടീരിയയ്ക്കും ഫംഗസിനുമെതിരെ പോരാടുന്ന ആൻറ്റിമൈക്രോബിയൽ എഫക്റ്റ് അതിനുണ്ട്. ടൈപ്പ് 2 പ്രമേഹമുള്ളവർക്ക് ജീരകം രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കുകയും ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്ന് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. ഇത് പിത്തരസം ഉൽപ്പാദനത്തെയും ദഹന എൻസൈംസ് പ്രവർത്തനത്തെയും ഉത്തേജിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നു. മാത്രമല്ല, ശരീരത്തിന് വേണ്ട ഇരുമ്പിൻ്റെ അംശം ഈ ജീരകത്തിനകത്ത് ഒരുപാടുണ്ട്. 3 ഗ്രാം ജീരകം തന്നെ ഒരു ദിവസത്തിന് ആവശ്യമായ 20% ഇരുമ്പിൻ്റെ അളവ് നൽകുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാവോ? ക്യാൻസറിനെതിരെയും മെമ്മറി ലോസിനെതിരെയും ഇത് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മൃഗങ്ങളുടെ മേൽ നടത്തിയ ടെസ്റ്റിൽ കണ്ടെത്തിയിട്ടുണ്ട്. പുരാതന കാലത്ത് ഇതിനെ ഒരുപാട് ഉപയോഗിക്കുമായിരുന്നു. പണ്ടിതിനെ എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ പാചകത്തിൽ ജീരകം പൊടിച്ചു ചേർക്കുമായിരുന്നു. അപ്പത്തിലും സ്റ്റൂവിലും വറുത്ത ജീരകം ഇടുമായിരുന്നു. ദഹന അസ്വസ്ഥത ഉണ്ടായാൽ ജീരക ചായ അവർ കുടിക്കുമായിരുന്നു. 7. ഈസോപ്പ്. ശക്തിയുള്ള ശുദ്ധീകരണ ചെടി. ഈ വീഡിയോയുടെ ആദ്യം തന്നെ എടുത്തു പറഞ്ഞ ഒരു സസ്യമാണിത്. ലേവ്യ പുസ്തകത്തിൽ പറയുന്ന ശുദ്ധീകരണ ചടങ്ങുകളിൽ ഇത് ഉപയോഗിക്കുമായിരുന്നു. സങ്കീർത്തനം 51 അധ്യായത്തിൽ ഈ സോപ്പ് കൊണ്ട് തന്നെ ശുദ്ധീകരിക്കണമേ, അപ്പോൾ ഞാൻ നിർമ്മലനാകും എന്ന് പറയുന്നുണ്ട്. കുരിശുമരണ സമയത്ത് ഒരു സ്പോഞ്ച് അതിൽ മുക്കി ഈ സോപ്പ് ചെടിയുടെ തണ്ടിന്മേലാക്കി യേശുവിൻ്റെ വായോട് അടുപ്പിച്ചുവെന്ന് യോഹന്നാൻ പറയുന്നു. നൂറ്റാണ്ടുകളായിട്ട് ഈ ചെടി പ്രതീകാത്മകമായി പറഞ്ഞതായിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത്. അതിനുശേഷം ഈ ഈസോപ്പ് ചെടിയെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. പക്ഷേ പ്രതീകാത്മകമാണ് എന്ന് വിചാരിച്ചിരുന്ന ചെടി സത്യമായിട്ടുള്ള ഒരു ചെടി തന്നെയാണ് എന്നവർ കണ്ടെത്തി. കാർവക്രോളും തൈമോളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അറിയപ്പെടുന്ന ഏറ്റവും ശക്തമായ പ്രകൃതിദത്ത ആന്റിസെപ്റ്റിക്കുകളായ ഒറഗനോയിലും തൈമിലുമുള്ള അതേ ആന്റിബാക്ടീരിയൽ സംയുക്തങ്ങളാണിത്. ഈസോപ്പ് ചെടിക്ക് യഥാർത്ഥ ആന്റി ബാക്ടീരിയൽ, ആന്റി വൈറൽ, ആന്റി ഫംഗൽ ഗുണങ്ങളുണ്ടെന്ന് പഠനങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് ഹെർപ്പസ് സിംപ്ലക്സ് വൈറസിനെ തടയുന്നതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന കഫം നീക്കം ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല, ശ്വാസകോശ അണുബാധകൾക്കും മുറിവുകൾക്കുമുള്ള ആന്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് ഇതിനുണ്ട്. ഇത് കേട്ടപ്പോൾ തന്നെ ശുദ്ധീകരണ ചടങ്ങിൽ ഇത് ഉപയോഗിച്ചതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ. വൃത്തിയാക്കാനും യാഗം നടത്തിയ സ്ഥലം ശുദ്ധീകരിക്കാനും രോഗങ്ങൾ മാറിയതിനു ശേഷം വ്യക്തികളിലും വസ്തുക്കളിലും തെളിക്കാനും ഈ ഈസോപ്പ് ഉപയോഗിക്കുമായിരുന്നു. ദൈവം പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം പ്രായോഗികമായിരുന്നു. അത് അന്ന് അവർക്ക് ഏറ്റവും വളരെ ഉപകാരപ്രദമായിരുന്നു. പുരാതന കാലത്ത് ഈസോപ്പ് ചായ കുടിക്കുമായിരുന്നു. അത് ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന അണുബാധ, ചുമ എന്നിവയെ തടയുമായിരുന്നു. ആന്റിസെപ്റ്റിക്കായിട്ട് ഉപയോഗിക്കാൻ അതിനെ കഷായമാക്കി ഉപയോഗിക്കുമായിരുന്നു. ഭക്ഷണത്തിന് നല്ല മണം ഉണ്ടാകാനും ഇത് ഉപയോഗിക്കുമായിരുന്നു. ഇതിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആണ്. ലേശം കയ്പും ഉണ്ടാകും. 8. മുന്തിരി. ബൈബിളിൽ ഏറ്റവും കൂടുതൽ ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ചെടിയാണ് മുന്തിരിവള്ളി. ഞാൻ മുന്തിരി ചെടിയും നിങ്ങൾ അതിൻ്റെ ശാഖകളുമാകുന്നു എന്ന് യേശു തന്നെ പറഞ്ഞു. ജലപ്രളയത്തിന് ശേഷം ആദ്യം തന്നെ ഈ മുന്തിരി ചെടിയെ നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല, പെസഹ മേശയിലും ഉത്തമഗീതത്തിലും യേശു ഉപയോഗിക്കുന്ന മിക്കവാറും എല്ലാ കാർഷിക രൂപങ്ങളിലും ഇത് നമുക്ക് കാണാൻ പറ്റും. പുരാതന കാലത്ത് ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായിരുന്നു ഈ ചെടി. അതിൻ്റെ കാരണം നല്ല ഫ്രഷ് മുന്തിരി, ഉണക്കമുന്തിരി, മുന്തിരി ജ്യൂസ് ഇതിലെല്ലാം റെസ്വെട്രോൾ, കോർസിറ്റിൻ, ആന്റോസയാനിൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഹൃദയ സംബന്ധമായ ആരോഗ്യത്തിനും വീക്കം തടയാനും ദീർഘായുസ്സിനുമുള്ള പോളിഫിനോൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കോശങ്ങളുടെ ആരോഗ്യത്തിനും ആയുസ് വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്ന സെർട്യൂൻസും പ്രോട്ടീൻസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുകയാണ് ശാസ്ത്രലോകം. മുന്തിരിവള്ളിയുടെ തൊലിയിലും വിത്തുകളിലും ഈ സംയുക്തങ്ങളുടെ ഏറ്റവും ഉയർന്ന സാന്ദ്രത അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, തൊലിയോട് കൂടെ ഫ്രഷായിട്ട് ഈ മുന്തിരി കഴിച്ചു കഴിഞ്ഞാൽ ഈ പോളിഫിനോൾസ്ക്കൊപ്പം നാരുകൾ, പൊട്ടാസ്യം, വിറ്റാമിൻ സി, വിറ്റാമിൻ കെ എന്ന ഗുണങ്ങളും ലഭിക്കും. ഉണക്കമുന്തിരിയിൽ പഞ്ചസാരയും ധാതുക്കളുമാണ് പ്രധാനം.
പക്ഷേ ചില ഗുണങ്ങൾ മാത്രം നഷ്ടപ്പെടുന്നു. ഓരോ രൂപത്തിനും അതിൻ്റെതായ സ്ഥാനമുണ്ട്. പുരാതന കാലത്ത് ഇത് എങ്ങനെ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ, മുന്തിരി സീസൺ സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മുന്തിരി കഴിക്കും. നല്ല ഊർജ്ജത്തിനും എളുപ്പത്തിൽ യാത്രകൾക്ക് കൊണ്ടുപോകാനും കഴിയുന്ന രീതിയിൽ ഉണക്കമുന്തിരി ഉപയോഗിക്കുമായിരുന്നു. മാത്രമല്ല, ഈ മുന്തിരിച്ചെടിയുടെ ഇലകൾ പോലും ഭക്ഷണം പൊതിയാനായിട്ട് ഉപയോഗിക്കുമായിരുന്നു. ദോഷങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കും ഇതിനെ വൈദ്യശാസ്ത്രപരമായി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇന്നും മെഡിറ്ററേനിയൻ പാചകത്തിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. 9. വെളുത്തുള്ളി. ഇസ്രായേൽ ജനം ഈ വെളുത്തുള്ളിക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിയർ മരുഭൂമിയിൽ അലഞ്ഞു നടന്ന് മന്ന മാത്രം കഴിക്കുന്ന സമയത്ത് അവർ വിഷമിച്ച് പൊട്ടിക്കരഞ്ഞു എന്ന് ബൈബിൾ പറയുന്നുണ്ട്. അവർ പ്രത്യേകമായി ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഈ വെളുത്തുള്ളിയായിരുന്നു. സംഖ്യാപുസ്തകം 11 5 വാക്യം ഇങ്ങനെ പറയുന്നു: ഈജിപ്തിൽ വെച്ച് വില കൊടുക്കാതെ തിന്നിട്ടുള്ള മത്സ്യവും വെള്ളരി, മത്തങ്ങ, ഉള്ളി, ചെമ്മനുള്ളി, വെളുത്തുള്ളി എന്നിവയും ഞങ്ങൾ ഓർക്കുന്നു എന്നവർ പറഞ്ഞു. അവർക്ക് വെളുത്തുള്ളി എന്ന് പറയുന്ന സാധനം ആ യാത്രയിൽ കിട്ടിയില്ലായിരുന്നു. ഈ വെളുത്തുള്ളി എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയ അവർ ഇങ്ങനെ പറഞ്ഞതിന്റെ കാരണം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. എല്ലാ പോഷകാഹാര വൈദ്യത്തിലും ഏറ്റവും സമഗ്രമായി പഠിച്ച ഭക്ഷണങ്ങളിൽ ഒന്നാണ് ഈ വെളുത്തുള്ളി. വെളുത്തുള്ളി ചതച്ച് അല്ലെങ്കിൽ അരിഞ്ഞു കഴിഞ്ഞാൽ അസിലിൻ എന്നൊരു കോമ്പൗണ്ട് ഉണ്ടാകും. ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എല്ലാത്തിനുമെതിരെ പോരാടുന്ന ആന്റി മൈക്രോബിയലാണിത്. വെളുത്തുള്ളി പതിവായി കഴിച്ചു കഴിഞ്ഞാൽ ജലദോഷം, പനിയൊക്കെ ആവർത്തിച്ചു വരുന്ന തീവ്രതയെ കുറയ്ക്കുമെന്ന് ക്ലിനിക്കൽ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഒന്നിലധികം പഠനങ്ങൾ ഇത് രക്തസമ്മർദ്ദവും LDL കൊളസ്ട്രോളും കുറയ്ക്കുമെന്ന് കാണിക്കുന്നുണ്ട്. ഇത് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ കുറയ്ക്കുന്നുണ്ട്. ഇത് കരളിനെ സംരക്ഷിക്കുന്നു എന്നും പഠനങ്ങൾ പറയുന്നു. ഫ്രഷ് ആയിട്ട് ചതച്ച വെളുത്തുള്ളി ഏറ്റവും നല്ലതാണ്. പക്ഷേ പ്രോസസ് ചെയ്ത വെളുത്തുള്ളിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ കുറയാൻ സാധ്യതയുണ്ട്. മിഡിൽ ഈസ്റ്റിലുള്ള പരമ്പരാഗത വൈദ്യശാസ്ത്രം ഇതിനെ എല്ലാ രീതിയിലും ഉപയോഗിച്ചു. മുറിവ് വെച്ച് കെട്ടാനും ചീത്തയാകാതെ സൂക്ഷിക്കാനും പാചകം ചെയ്യാനും എണ്ണയിൽ ചേർത്ത് ചെവിയിലുണ്ടാകുന്ന അണുബാധയ്ക്ക് ചെവിയിൽ ഒഴിക്കാനും ഇത് ഉപയോഗിക്കുമായിരുന്നു. ഈജിപ്ഷ്യൻ മെഡിക്കൽ ലിസ്റ്റിൽ 20ലധികം ഔഷധ മെഡിസിനിൽ വെളുത്തുള്ളിയെയും പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. 10. വെട്ടുക്കിളി പയർ, അതായത് കാരോബ്. മരുഭൂമിയിലെ അതിജീവന ഭക്ഷണം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ്. നിങ്ങളിത് കേട്ട് അതിശയിക്കാനും സാധ്യതയുണ്ട്. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള കുപ്പായവും തുകൽ അരപ്പട്ടയും ധരിച്ചിരുന്നു. വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു അദ്ദേഹത്തിന്റെ ഭക്ഷണമെന്ന് മത്തായി 3 വാക്യം പറയുന്നു. ഇവിടെ പറയുന്ന വെട്ടുക്കിളി എന്താണ് എന്നുള്ളത് ബൈബിൾ വിവർത്തകരും വ്യാഖ്യാതാക്കളും വാദിക്കുന്ന ഒരു വിഷയമാണ്. യഹൂദയിലുള്ള മരുഭൂമിയുടെ ഭൂപ്രകൃതിയെ പരിചയമുള്ള പല പണ്ഡിതന്മാരും പുരാതന മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള വെട്ടുക്കിളി പയർ അല്ലെങ്കിൽ സെന്റ് ജോൺസ് ബ്രെഡ് എന്നറിയപ്പെടുന്ന കാരോബ് മരത്തിന്റെ കായ്കളെയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നവർ വാദിക്കുന്നുണ്ട്. യോഹന്നാൻ ശുശ്രൂഷിച്ച പ്രദേശങ്ങളിലുടനീളം കാരോബ് മരം ഉണ്ടായിരുന്നു. ഇതിന്റെ മധുരമുള്ള പയർ പോലുള്ള കായ്കൾ ആയിരക്കണക്കിന് വർഷങ്ങളായി മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് സഹായമാണ്. അതിന്റെ കായും കാട്ടുതേനും കൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ന്യൂട്രീഷ്യസ് ഡയറ്റ് ഫുഡ് തയ്യാറായി. കാരോബ് കായ്കൾക്ക് നല്ല മധുരമാണ്. ഏകദേശം 50% പ്രകൃതിദത്ത പഞ്ചസാരയാണ് ഉള്ളത്. ഏറ്റവും പ്രധാനമായിട്ട് സുക്രോസ്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് എന്നിവ അടങ്ങിയിരിക്കുന്നുണ്ട്. എന്നാൽ ശുദ്ധീകരിച്ച പഞ്ചസാരയിൽ നിന്ന് വ്യത്യസ്തമായി അസാധാരണമായ നാരുകളും അതിലുണ്ട്. ഏകദേശം 40% ഈ നാരുകളാണ്. അത് വയറിളക്കത്തിനും മലബന്ധത്തിനും വളരെ നല്ലതാണ്. കാൽസ്യം, അയൺ, പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിവയും അർത്ഥവത്തായ അളവിൽ കാരോബിലുണ്ട്. എന്നാൽ കാരോബിനെ അതിജീവന ഭക്ഷണമായി ശരിക്കും ശ്രദ്ധേയമാക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ആന്റി മൈക്രോബിയൽ, ആന്റി ഡയറൽ എഫക്റ്റുകൾ അതിലുണ്ട്. കുട്ടികളിൽ വരുന്ന റോട്ടോ വൈറസിനും മറ്റു കൂടുതൽ രോഗകാരണങ്ങൾക്കുമെതിരെ കാരോബ് പൊടി ഫലപ്രദമാണ് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ടാനിനുകളും കാരോബും പ്രോട്ടീനുകളുമായി ബന്ധിപ്പിക്കുകയും ദഹനത്തെ മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകാരണം തന്നെ ഗ്ലൂക്കോസ് ആഗിരണം നിയന്ത്രിക്കുകയും അങ്ങനെ വർഷങ്ങളോളം മരുഭൂമിയിൽ നിലനിൽക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. പരമ്പരാഗത ഉപയോഗം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതിന് മധുരം ഉള്ളതുകൊണ്ട് തന്നെ വെറുതെ വായിലിട്ട് ചവയ്ക്കാനും കഴിയും. ബ്രെഡിലും കഞ്ഞിയിലും കാരോബിനെ മാവാക്കി ഉപയോഗിക്കാറുണ്ട്. ശ്വാസതടസ്സത്തിനും മധുര പലഹാരമായും മരുന്നിനായും കാരോബ് സിറപ്പ് ഉപയോഗിക്കാറുണ്ട്. 10 ഭക്ഷണ സാധനങ്ങളെക്കുറിച്ച് നാം ഈ വീഡിയോയിൽ കണ്ടു. അതുമാത്രമല്ല, ബൈബിളിൽ ഒരുപാട് ഭക്ഷണത്തെയും ചെടികളെയും കുറിച്ച് പറയുന്നുണ്ട്. അതെല്ലാം ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് ശാസ്ത്രം തന്നെ തെളിയിച്ചിട്ടുണ്ട്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പുരാതന ഗ്രന്ഥങ്ങൾ എഴുതിയ ആളുകൾ പ്രാകൃതരല്ല. അവർ സൂക്ഷ്മ നിരീക്ഷകരായിരുന്നു. അവരെ സുഖപ്പെടുത്തിയ ഭക്ഷണവും നിലനിർത്തിയ ഭക്ഷണവും എന്താണ് എന്നതിൽ അവർ വളരെ ശ്രദ്ധ ചെലുത്തി. അതിനെ ചുറ്റിപ്പറ്റിയാണ് അവർ അവരുടെ സംസ്കാരം, ആചാരങ്ങൾ, കൃഷി, ദൈവശാസ്ത്രം പോലും കെട്ടിപ്പടുത്തത്. ഇപ്പോൾ ആധുനിക ശാസ്ത്രം അതിൻ്റെ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ, ബയോകെമിക്കൽ വിശകലനം എന്നിവയിലൂടെ അത് ശരിയായ ഭക്ഷണക്രമമാണ് എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.